രാവിലെ ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളേ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സ്ഥിതി കണ്ടോ? നല്ല ശാന്തതയാണ്, വളരെ ശാന്തമായിട്ടുള്ള ഗ്രൗണ്ടാണ്. അതെന്ന് വെച്ചാൽ കുറേ പട്ടികളുടെ കിടത്തം, പട്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ താമസം ഇവിടെയാണ്. അപ്പോൾ കുറേ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴെനിക്കൊന്ന് കുറച്ച് കുറഞ്ഞു. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം എന്താ പറയുക, രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെയെന്ന് വെച്ചാൽ പിള്ളേർ വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓരോ മുട്ടയൊക്കെ അങ്ങ് പൂങ്ങി കൊടുത്തു. അത് കഴിഞ്ഞ് ഇന്നലെ നമുക്ക് കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവമായിരുന്നു ചക്ക. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു പീസ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് നമ്മൾ ഇന്നലെ കറി വെച്ചായിരുന്നു. അപ്പോൾ ഒരു പീസ് അതിൻ്റെ ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടെ കറി വെക്കാമെന്ന്. അപ്പോൾ അതിനിടയിൽ പിള്ളേർക്ക് മുട്ട ഞാൻ കളയാമെന്നും പറഞ്ഞിട്ട്, അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഉള്ളങ്ങ് വെന്തില്ലേ, വേവാത്തോണ്ട് ഞാൻ കുറച്ച് നേരെ വേവിച്ചുള്ളൂ, വെന്തു എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷെ പണി അങ്ങ് പാളിപ്പോയി. അപ്പം ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്, കഴിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ അത് പൊട്ടാതെയാണ് എങ്ങനെയല്ലോ തൊലി കളഞ്ഞ് ഇട്ടത്. അപ്പോൾ അതും കൊടുത്ത് അടുത്ത പരിപാടിയിലോട്ട്. അപ്പം നമ്മുടെ ചക്ക ഇതാ, ബാക്കി ചക്ക. അപ്പോൾ ഇത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങൊരു തോരൻ ഉണ്ടാക്കിയെടുത്തു. കഴുകി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു പച്ചപ്പറങ്കി കീറിയിട്ട് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ, കടുക് പൊട്ടിച്ചില്ല, വെളിച്ചെണ്ണ ലാസ്റ്റ് നമ്മൾ വേവിച്ചതിന് ശേഷം ഒന്ന് തൂക്കി കൊടുത്ത് 2 മിനിറ്റ് അടച്ച് വെച്ചാൽ നമ്മുടെ കറി റെഡി, വറവ് റെഡി.